ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 2/5/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഈ ആഴത്തിലുള്ള ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? തീർച്ചയായും ചോദിക്കാം. എന്താണ് കാര്യം? അതായത്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നാൽ കാലപ്പഴക്കം കൊണ്ട് കീറിത്തുടങ്ങിയൊരു വസ്ത്രം ഊരിമാറ്റി വളരെ മനോഹരമായ പുതിയൊരു വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. കേൾക്കുമ്പോൾ വളരെ ലളിതമായൊരു കാര്യമാണെന്ന് തോന്നാമല്ലേ? അതെ, വളരെ ലളിതമായ ഒരു പ്രവൃത്തിയായിട്ടാണ് ഒറ്റനോട്ടത്തിൽ തോന്നുക. പക്ഷേ ആ വസ്ത്രം നിങ്ങളുടെ ചർമ്മത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിലോ? ആ വസ്ത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്ന് നിങ്ങൾ വർഷങ്ങളായി വിശ്വസിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ അത് ഊരിമാറ്റുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമല്ലേ? തീർച്ചയായും അതൊരു വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ പരിശോധിക്കുന്ന ആത്മാവിന്റെ യാത്ര കൃത്യമായും ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. പഴയ ലോകത്തിന്റെ വിനാശത്തെക്കുറിച്ചും അതിനു മുമ്പായി ഒരാത്മാവ് നിർബന്ധമായും കൈവരിക്കേണ്ട ആ ഒരു കർമാതീത അവസ്ഥയെക്കുറിച്ചും ബാബ നൽകുന്ന അറിവുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വസ്ത്രത്തിന്റെ ഉപമ വളരെ ആഴമുള്ളൊരു ചിന്തയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കേട്ടോ. കാരണം ബാബ പറയുന്നതനുസരിച്ച് ഇതൊരു സാധാരണ യാത്രയല്ല. ഇതൊരിക്കലും തിരിച്ചു വരേണ്ടതില്ലാത്ത ഒരു ആത്മീയ യാത്രയാണ്. അതെ, തിരിച്ചു വരേണ്ടതില്ലാത്ത യാത്ര. അതെ, മനുഷ്യർക്ക് ഇങ്ങനൊരു യാത്രയുണ്ടെന്നോ അവിടെ നിന്നൊരിക്കലും തിരികെ വരേണ്ടതില്ലെന്നോ അറിയില്ല എന്നാണ് ബാബ ഇവിടെ വ്യക്തമാക്കുന്നത്. നമ്മൾ ആ പഴയ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ആത്മാവ് ശരീരമാകുന്ന ഈ വസ്ത്രം ധരിച്ച് 1-2 ജന്മങ്ങളല്ല, 84 ജന്മങ്ങളായി ഈ ലോകമാകുന്ന സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. 84 ജന്മങ്ങൾ, അതൊരു വലിയ സംഖ്യയാണല്ലോ. അതെ, ഇതിലെ ഓരോ പോയിന്റും ബാബ നേരിട്ട് നൽകുന്ന അറിവുകളാണെന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആ 84 ജന്മങ്ങളുടെ ഭാരമാണ് നമ്മൾ ആ പഴയ വസ്ത്രത്തിലൂടെ ചുമക്കുന്നത്. ഈ 84 ജന്മങ്ങളുടെ അഭിനയമെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു തിയേറ്ററിലെ നടന്റെ അവസ്ഥയാണ്. ഒരു നാടകത്തിൽ ഒരു പ്രത്യേക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടൻ ആ നാടകം കഴിഞ്ഞിട്ടും താൻ ആ കഥാപാത്രം തന്നെയാണെന്ന് വിശ്വസിച്ച് സ്റ്റേജിൽ നിന്ന് മാറാൻ തയ്യാറാകാത്തൊരവസ്ഥ. വളരെ കൃത്യമായ ഉപമയാണിത്. ആ മേക്കപ്പ് അയാളുടെ തൊലിയോട് അത്രമാത്രം ഇഴുകിച്ചേർന്നിട്ടുണ്ടാകാം. നമ്മൾ ഈ ശരീരത്തോടും അതിനോടനുബന്ധിച്ചുള്ള ബന്ധങ്ങളോടും അത്രമാത്രം ഇഴുകിച്ചേർന്നിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ഈയൊരു മാനസികാവസ്ഥയെ ബാബ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആ നടന്റെ മാനസികാവസ്ഥ തന്നെയാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതിനെയാണ് ബാബ ദേഹാഭിമാനം, അതായത് ബോഡി കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ സമയത്തിന്റെ പ്രത്യേകത ബാബ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കലിയുഗത്തിന്റെ അവസാന സമയത്തെക്കുറിച്ചാണോ പറയുന്നത്? അതെ, കലിയുഗം എന്ന് പറയുന്നത് പൂർണ്ണമായ ഇരുട്ടാണ്. അതായത് നമ്മൾ ആരാണെന്നുള്ള ആദിമമായ ഓർമ്മ പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥ. ഇപ്പോൾ രാവണരാജ്യത്തിന്റെ അഥവാ വികാരങ്ങളുടെയും ദുഃഖത്തിന്റെയും ആധിപത്യമുള്ള രാജ്യത്തിന്റെ അവസാന സമയമാണ്. അപ്പോ ഇനി വരാനിരിക്കുന്നത് രാമരാജ്യത്തിന്റെ അഥവാ സത്യയുഗത്തിന്റെ തുടക്കമാണല്ലേ? തീർച്ചയായും. ഈ 2 യുഗങ്ങൾക്കുമിടയിലുള്ള അതിപ്രധാനമായ മാറ്റത്തിന്റെ സമയമായ സംഗമയുഗത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. മനുഷ്യർ സ്വയം ശരീരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിലെ അടിസ്ഥാന പ്രശ്നം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ അവിനാശിയായ ആത്മാക്കളാണ്. നമ്മള് ആത്മാക്കളാണ്, ശരീരം വെറുമൊരു ഉപകരണം മാത്രം. കൃത്യം. ഈ മനുഷ്യ ശരീരം എന്നത് വെറുമൊരു ഗുപ്തവേഷം മാത്രമാണെന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നു. ലക്ഷ്മീനാരായണന്മാരെപ്പോലെ പുതിയ ദൈവീക വസ്ത്രം ധരിക്കേണ്ട സമയം വന്നെത്തിയിരിക്കുകയാണ്. അതിനായി ഈ പഴയ വസ്ത്രം ഉപേക്ഷിക്കണം എന്നാണ് ബാബ പറയുന്നത്. പക്ഷേ ഒരു നാടകത്തിലെ വസ്ത്രം മാറാൻ എളുപ്പമാണ്. ഈ യഥാർത്ഥ ജീവിതത്തിൽ ആ വസ്ത്രം നമ്മുടെ സ്വത്വമായി, നമ്മുടെ ഐഡന്റിറ്റിയായി മാറിയിട്ടുണ്ടല്ലോ. അത് ഊരിമാറ്റാൻ നമ്മൾ സ്വയം ശ്രമിച്ചാൽ നടക്കില്ല. നമ്മൾ ആ ഗുപ്തവേഷത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ശരിക്കും. അതെ, നമ്മൾ അതിൽ കുരുങ്ങിപ്പോയിരിക്കുകയാണ്. അത്രത്തോളം നമ്മളതിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പുറത്തുനിന്നൊരാളുടെ സഹായം ആവശ്യമായി വരില്ലേ? അവിടെയാണോ പരംപിത പരമാത്മാവായ ബാബയുടെ റോള് തുടങ്ങുന്നത്? അതെ, അവിടെയാണ് ബാബ വരുന്നത്. ഒരു ചതുപ്പ് നിലത്തിൽ അകപ്പെട്ട ഒരാൾക്ക് സ്വയം അവിടെ നിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ലല്ലോ. കരയിൽ നിൽക്കുന്ന ആ ചതുപ്പിൽ അകപ്പെടാത്ത ഒരാൾക്ക് മാത്രമേ അയാളെ വലിച്ചു കയറ്റാൻ സാധിക്കൂ. ജനനമരണങ്ങളുടെ ചക്രത്തിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യരെ രക്ഷിക്കാൻ ജനനമരണങ്ങൾക്ക് അതീതനായ ഒരാൾ തന്നെ വേണം.
അപ്പോൾ ജനനമരണങ്ങൾക്ക് അതീതനായ ബാബയ്ക്ക് മാത്രമേ അതിന് കഴിയൂ. അതെ, ബാബയുടെ പ്രത്യേകത അതാണ്. ബാബയ്ക്ക് സ്വന്തമായി ശരീരമില്ല, ബാബ ഒരിക്കലും പുനർജന്മം എടുക്കുന്നില്ല. അതുകൊണ്ട് ബാബ ഒരു വൃദ്ധന്റെ ശരീരത്തിൽ പ്രവേശിച്ചാണ് ഈ അറിവുകളെല്ലാം നമുക്ക് മനസ്സിലാക്കിത്തരുന്നത്. ലൗകികമായ അച്ഛനിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ബാബ ഇതിനെ കാണുന്നതല്ലേ? തീർച്ചയായും. ബാബ പറയുന്നു, ലൗകികമായ അച്ഛനെ ആരും ഗോഡ്ഫാദർ എന്ന് വിളിക്കില്ല എന്ന്. ലൗകിക അച്ഛൻ ശരീരത്തിനാണ് ജന്മം നൽകുന്നത്. എന്നാൽ ഇത് പാരലൗകിക അച്ഛനാണ്. അവിടെ നിന്നാണ് ആത്മാവിന് യഥാർത്ഥവും ശാശ്വതവുമായ സമ്പത്ത് ലഭിക്കുന്നത്. ശാശ്വതമായ സമ്പത്ത്. ഇവിടെ ബാബയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബാബ പൂർണ്ണമായും മോഹജീത്താണ്. അതായത് എല്ലാവിധ മോഹങ്ങളെയും ജയിച്ചവൻ. നമ്മളും അതുപോലെ ആകണം എന്ന് ബാബ പറയുന്നു. ആത്മാവിനോടാണ് സ്നേഹം അഥവാ മോഹമുണ്ടാകേണ്ടത്, അല്ലാതെ അഴുകിപ്പോകുന്ന ശരീരത്തോടല്ല. എനിക്കിവിടെ വളരെ ഗൗരവമുള്ളൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മൾ കേൾക്കുന്ന ഈ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമാണ്. സ്നേഹമുള്ള ഒരു പാരലൗകിക അച്ഛൻ വന്ന് കുട്ടികളെ ചതുപ്പിൽ നിന്ന് കരകയറ്റുന്നു എന്നൊക്കെ. എന്താണ് ആ ചോദ്യം? പക്ഷേ ബാബ വന്നിരിക്കുന്നത് തന്നെ പഴയ ലോകത്തിന്റെ വിനാശം ചെയ്യാനാണെന്ന് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഒരു സാധാരണ ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹമയ്യായ സ്രഷ്ടാവ് തന്റെ സ്വന്തം സൃഷ്ടിയിൽ മഹാവിനാശം കൊണ്ടുവരുന്നത് എന്തിനാണ്? സ്വന്തം മക്കളെ നശിപ്പിക്കുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ സ്നേഹനിധിയായ അച്ഛനെന്ന് വിളിക്കുക? അതൊരു സ്വാഭാവികമായ സംശയമാണ്. ഒറ്റനോട്ടത്തിൽ അതൊരു ക്രൂരമായ പ്രവൃത്തിയായി തോന്നാം. എന്നാൽ ബാബ പറയുന്നതനുസരിച്ച് ഈ വിനാശം എന്നത് ക്രൂരതയല്ല, മറിച്ച് അനിവാര്യമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഒരു ശുദ്ധീകരണ പ്രക്രിയ, അതായത് ഒരു ക്ലീനിംഗ് പ്രോസസ്. അതെ. ഇതിനെ മനസ്സിലാക്കാൻ നമ്മൾ തമോ പ്രധാനം, സതോ പ്രധാനം എന്നീ അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കണം. ഈ പഴയ ലോകം ഇപ്പോൾ പൂർണ്ണമായും തമോ പ്രധാനമായി കഴിഞ്ഞു. അതായത് അതിന്റെ ഏറ്റവും അശുദ്ധമായ, ദുഃഖം നിറഞ്ഞ, ജീർണിച്ച അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ആഹാ, അത് ശരിയാണ്. ലോകത്തിപ്പോൾ അത്രമാത്രം ദുഃഖവും അശാന്തിയുമുണ്ട്. നിങ്ങൾ പഴുത്തുപൊട്ടിയൊരു വ്രണത്തെക്കുറിച്ച് ചിന്തിക്കൂ. ആ വ്രണം ഭേദമാകണമെങ്കിൽ അതിലെ അഴുക്ക് മുഴുവൻ നീക്കം ചെയ്യണം. പുറമേ നിന്ന് നോക്കുമ്പോൾ ആ പ്രക്രിയ വേദനിപ്പിക്കുന്നതാണെന്ന് തോന്നാമെങ്കിലും അത് ശരീരത്തെ സുഖപ്പെടുത്താനാണ്. അപ്പോ ലോകത്തെ സുഖപ്പെടുത്താനുള്ള ഒരു സർജറി പോലെയാണല്ലേ ഇത്? കൃത്യമായും. പതീതമായ ഈ ലോകത്തെ മാറ്റി ശാന്തിയുടെയും സുഖത്തിന്റെയും രാജ്യമായ സ്വർഗം അഥവാ ശിവാലയം സ്ഥാപിക്കുന്ന വലിയ മാറ്റത്തിന്റെ പ്രക്രിയയാണിത്. എല്ലാവരും ദുഃഖിതരായി മാറിക്കഴിഞ്ഞ ഈ പഴയ ലോകത്തോട് ബാബയ്ക്ക് യാതൊരുവിധ ലൗകിക മോഹവുമില്ല. അതുകൊണ്ടാണ് ബാബയെ മോഹജീത് എന്ന് വിളിക്കുന്നത്. അതെ, ആത്മാക്കളെ പാപമുക്തമാക്കി അവരെ വീണ്ടും പാവനമാക്കി മാറ്റുക എന്നതാണ് ബാബയുടെ ലക്ഷ്യം. പഴയതും ജീർണിച്ചതുമായതിനെ ഇല്ലാതാക്കാതെ പുതിയതിനും ശുദ്ധമായതിനും എങ്ങനെ നിലനിൽക്കാനാകും? ആ വിശദീകരണം കാര്യങ്ങളെ മറ്റൊരു തലത്തിൽ കാണാൻ സഹായിക്കുന്നുണ്ട്. അഴുക്ക് നീക്കം ചെയ്യുന്ന ആ ഒരു സർജറി ഉപമ വളരെ കൃത്യമാണ്. അങ്ങനെയെങ്കിൽ ഈ വലിയ സർജറിക്കായി, അല്ലെങ്കിൽ ഈ പഴയ വസ്ത്രം പൂർണ്ണമായും ഊരിമാറ്റുന്നതിനായി നമ്മളെ തന്നെ എങ്ങനെയാണ് സജ്ജമാക്കേണ്ടത്? അതിന് ബാബ കൃത്യമായ വഴി കാണിച്ചു തരുന്നുണ്ട്. ഈ വികർമ്മങ്ങളെ, അതായത് ഇത്രയും കാലം നമ്മൾ സ്വരൂപിച്ചുവെച്ച പാപങ്ങളുടെ ഭാരത്തെ ഇല്ലാതാക്കാൻ ബാബ നിർദ്ദേശിക്കുന്ന ആ പ്രായോഗികമായ വഴി എന്താണ്? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഒരേയൊരു വഴിയെന്നത് ഓർമ്മ അഥവാ യോഗം ആണ്. ബാബ പറയുന്നു, ബാബയെ നിരന്തരം ഓർമ്മിക്കുക എന്നത് മാത്രമാണ് വികർമ്മങ്ങളെ ഇല്ലാതാക്കാനുള്ള ഏകമാർഗം എന്ന്. ഓർമ്മിക്കുക എന്ന് പറയുമ്പോൾ ചുമ്മാ മനസ്സിൽ വിചാരിക്കുന്നതാണോ? അല്ലല്ല. അല്ലാഹുവായ ബാബയെ നിരന്തരം ഓർമ്മിച്ചാൽ ഈശ്വരീയ സമ്പത്ത് ലഭിക്കുമെന്നും അതുവഴി വിശ്വത്തിന്റെ അധികാരിയാകാമെന്നും ബാബ പറയുന്നു. ഇവിടെ ഓർമ്മ എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയെ മനസ്സിൽ സങ്കൽപ്പിക്കുന്നത് പോലെയല്ല, അതൊരു വളരെ ഡീപ്പായ കണക്ഷനാണ്. ഒരു ഡീപ്പ് കണക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഉപമയാണ് ഓർമ്മ വരുന്നത്. പലപ്പോഴും നമ്മളിതിനെ കമ്പ്യൂട്ടറിലെ ആന്റിവൈറസ് പഴയ ഫയലുകളെ ഡിലീറ്റ് ചെയ്യുന്നതിനോട് ഉപമിക്കാറുണ്ടല്ലോ. അതെ, അങ്ങനെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഉപമ വളരെ ഉപരിപ്ലവമാണെന്ന്. കാരണം പാപങ്ങൾ എന്നത് വെറും കമ്പ്യൂട്ടർ ഫയലുകളല്ലല്ലോ, അത് നമ്മുടെ ബോധതലത്തിൽ രൂഢമൂലമായ ശീലങ്ങളാണ്. അതുകൊണ്ട് ഇതിനെ ഒരു സർക്യൂട്ട് റീവയറിംഗ് എന്ന് വിളിക്കുന്നതല്ലേ കൂടുതൽ ശരി? സർക്യൂട്ട് റീവയറിംഗ് എന്ന വാക്ക് വളരെ കൃത്യമാണ് കേട്ടോ.
നമ്മൾ 84 ജന്മങ്ങളായി ഒരേ തെറ്റായ പാതയിലൂടെ ചിന്തിച്ച് നമ്മുടെ ഉള്ളിൽ ചില ന്യൂറോളജിക്കൽ അതുപോലെ സ്പിരിച്വൽ വഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എല്ലാ മോഹങ്ങൾക്കും അതീതനായ ബാബയുമായി നിരന്തരം കണക്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ പഴയ സർക്യൂട്ടുകൾ പൊട്ടിച്ച് പുതിയതും ശുദ്ധവുമായ പുതിയ പാതകൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുകയല്ലേ ചെയ്യുന്നത്? ആ സർക്യൂട്ട് റീവയറിംഗ് ഉപമ വളരെ ഗംഭീരമാണ്. അതാണ് യഥാർത്ഥത്തിൽ യോഗത്തിൽ സംഭവിക്കുന്നത്. ബാബയുമായുള്ള കണക്ഷൻ പുതിയ സ്പിരിച്വൽ പാതകൾ വെട്ടിത്തുറക്കുന്നു. പഴയ തമോപ്രധാനമായ അഴുക്കുകൾ നിറഞ്ഞ ശീലങ്ങളെ അത് ഇല്ലാതാക്കുന്നു. അപ്പോൾ നമ്മൾ ആ പഴയ ശീലങ്ങളിൽ നിന്ന് പതിയെ പതിയെ പുറത്തു വരുമല്ലേ? അതെ. ഇതിൽ ബാബ സന്മുഖത്ത്, അതായത് ബാബയുടെ മുന്നിൽ നേരിട്ടിരുന്ന് ഈ അറിവുകൾ കേൾക്കുന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായൊരു കാര്യം പറയുന്നുണ്ട്. മധുബനിൽ പോയിരുന്ന് കേൾക്കുന്നതിനെ ബാബ ഒരു മഴമേഘത്തോട് ഉപമിക്കുന്നു. മഴമേഘം, അത് വളരെ നല്ലൊരു ഉപമയാണല്ലോ. സഹായിക്കണം. അതെ, നമ്മൾ വെറുതെ ഈ അറിവ് കേട്ടിരുന്നാൽ പോരാ. ലക്ഷ്മീനാരായണ ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും പോയി ജനങ്ങളോട് സംസാരിക്കണം. അവിടെ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരോട് ആ ദേവതകളുടെ യഥാർത്ഥ 84 ജന്മങ്ങളുടെ കഥ പറഞ്ഞുകൊടുക്കാൻ ബാബ ആവശ്യപ്പെടുന്നു. ശരീരം, മനസ്സ്, ധനം എന്നിവ ഉപയോഗിച്ച് മുഴുവൻ സമയ സേവനം ചെയ്യാനാണ് ബാബ നിർദ്ദേശിക്കുന്നത്. ഈ റീവയറിംഗ് പ്രക്രിയയിലൂടെ കടന്നുപോകുമ്പോഴും നമ്മൾ ആത്മീയ സേവനം ചെയ്യുമ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ടല്ലേ? നമ്മുടെ ഉള്ളിലെ പഴയ ശീലങ്ങൾ പെട്ടെന്ന് മാഞ്ഞു പോകില്ല. അത് നമ്മളെ നിരന്തരം വെല്ലുവിളിക്കും. തീർച്ചയായും, അത് സ്വാഭാവികമാണ്. ഈ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്? ഇന്നത്തെ മുരളിയിലെ വരദാനത്തിൽ ബാബ വളരെ കൗതുകകരമായൊരു പദം ഉപയോഗിക്കുന്നുണ്ട്, സമസ്യകളുടെ ബർത്ത് കൺട്രോൾ എന്ന്. ഇതെങ്ങനെയാണ് പ്രായോഗികമായി സാധ്യമാകുന്നത്? പ്രശ്നങ്ങളെ ജനിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നത് ഒരു സാധാരണ മനുഷ്യന് സാധിക്കുന്ന കാര്യമാണോ? ബാബ അവിടെ സംസാരിക്കുന്നത് പ്രശ്നങ്ങളുടെ മനഃശാസ്ത്രപരമായ വശത്തെക്കുറിച്ചാണ്. എന്താണൊരു പ്രശ്നം? ആദ്യം അതൊരു ചെറിയ ചിന്തയായി നമ്മുടെ മനസ്സിൽ വരുന്നു. നമ്മൾ അതിലേക്ക് നമ്മുടെ വൈകാരികമായ ഊർജം നൽകുമ്പോഴാണ് അതൊരു വലിയ പ്രശ്നമായി വളരുന്നത്. നമ്മളതിനെ ഓവർ തിങ്ക് ചെയ്ത് വലുതാക്കുന്നു. അതെ, ബർത്ത് കൺട്രോൾ എന്ന് ബാബ പറയുന്നത് ഈ വൈകാരിക ഊർജം നൽകുന്നത് നിർത്താനാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ സർവശക്തിവാനായ ബാബയെ നമ്മുടെ കൂടെ കൂട്ടണമെന്ന് ബാബ പറയുന്നു. പരമാത്മ സ്നേഹികളായ കുട്ടികൾ എപ്പോഴും പ്രിയതമനെ കൂടെ വെക്കുന്നതിനാല് അവരുടെ മുന്നിൽ ഒരു പ്രശ്നത്തിനും നിൽക്കാനാവില്ല. അപ്പോൾ പ്രശ്നത്തെ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കാം. അതായത് ഒരു വെല്ലുവിളി മുള പൊട്ടുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് മാറി നിന്ന് ബാബയുടെ വലിയ കാഴ്ചപ്പാടിലൂടെ അതിനെ നോക്കിക്കാണുക. അപ്പോൾ ആ പ്രശ്നത്തിന് വളരാനുള്ള ഊർജം കിട്ടില്ല, അത് അവിടെ വെച്ച് തന്നെ ഇല്ലാതാകും. ഇതാണ് സമസ്യകളുടെ ബർത്ത് കൺട്രോൾ. അങ്ങനെ സമസ്യകളെ അകറ്റി നിർത്തി സമ്പൂർണതയിലേക്ക് അടുക്കുക എന്നതാണ് ലക്ഷ്യം. അതായത് പ്രശ്നങ്ങളോട് യുദ്ധം ചെയ്യുകയല്ല, പകരം അവയെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ് വേണ്ടത്, അല്ലേ? അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. വളരെ കൃത്യം. ഇതെല്ലാം നമ്മൾ പരിശീലിക്കേണ്ടത് വരാനിരിക്കുന്ന ആ വലിയ സംഭവത്തിനു വേണ്ടിയാണ്. ഡ്രാമയിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട വിനാശം. നമ്മൾ നേരത്തെ സർജറിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ വിനാശം എങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ബാബ കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ടോ? അതൊരു ടൈം ബോംബ് പോലെയാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, വിനാശം എന്നത് ഈ ലോകനാടകത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. ബാബ പറയുന്നു, കേവലം മനുഷ്യനിർമ്മിതമായ ബോംബുകൾ മാത്രമല്ല, വലിയ പ്രകൃതിക്ഷോഭങ്ങളും വിനാശത്തിന് കാരണമാകും എന്ന്. പ്രകൃതിക്ഷോഭങ്ങളും വരുമല്ലേ? ഒരു നിശ്ചിത സമയത്തേക്ക് സെറ്റ് ചെയ്തു വെച്ചൊരു ടൈം ബോംബ് പൊട്ടുന്നതുപോലെ കൃത്യസമയത്ത് ഈ പഴയ ലോകത്തിന്റെ കണക്കുകൾ അവസാനിക്കും. ആർക്കും ആ സമയം മാറ്റിവെക്കാൻ കഴിയില്ല. എല്ലാവരും അവരവരുടെ കർമ്മങ്ങളുടെ കണക്കുകൾ അവസാനിപ്പിച്ച് തിരികെ വീട്ടിലേക്ക്, അതായത് പരംധാമത്തിലേക്ക് പോകും. അപ്പോ എല്ലാവരും തിരികെ പോയേ തീരൂ? അതെ, വിനാശത്തിന്റെ ദൃശ്യം വളരെ ഭയാനകമായിരിക്കുമെന്ന് ബാബ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ അവസാന നിമിഷം വരുന്നതിനു മുമ്പ് നമ്മൾ സതോപ്രധാനമായി പൂർണ്ണ ശുദ്ധമായി മാറി യാതൊരു ഭാരവുമില്ലാത്ത കർമാതീത അവസ്ഥ പ്രാപിക്കണം. ഈ വിനാശത്തെക്കുറിച്ചും കർമാതീത അവസ്ഥയെക്കുറിച്ചും പറയുമ്പോൾ എന്നെ ഏറ്റവും അലട്ടുന്നൊരു ചിന്തയുണ്ട്. എന്താണ് ആ ചിന്ത? നമ്മൾ ആത്മീയമായി വളർന്ന് വിനാശത്തിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റുമുള്ളവർ ഒരുപക്ഷെ നമ്മളോടൊപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മൾ വിശ്വസിക്കുന്നവർ, അവർ വഴിമാറിപ്പോയേക്കാം. ചിലപ്പോൾ അവർ വലിയ പ്രതിസന്ധികൾ നേരിട്ടേക്കാം. അത് ശരിയാണ്.
ബാബ തന്നെ പറയുന്നുണ്ടല്ലോ, ചില നല്ല അനന്യരായ കുട്ടികൾ പോലും മായയുടെ വലയിൽപ്പെട്ട സേവനങ്ങളിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന്. എന്റെ ചോദ്യം ഇതാണ്, തനിക്ക് ചുറ്റുമുള്ള ലോകം നശിക്കാൻ പോകുമ്പോഴും കൂടെയുള്ളവർ വഴിമാറിപ്പോകുമ്പോഴും അവരെ ഓർത്ത് സങ്കടപ്പെടാതെ ഒരാൾക്ക് എങ്ങനെയാണ് ശാന്തമായിരിക്കാൻ സാധിക്കുക? മനുഷ്യസഹജമായ വികാരങ്ങളെ എങ്ങനെയാണ് നമ്മൾ പൂർണ്ണമായും ഇല്ലാതാക്കുക? അവിടെയാണ് ബാബ പറയുന്ന ഏറ്റവും ആഴമുള്ള ഒരു ആത്മീയ രഹസ്യം മനസ്സിലാക്കേണ്ടത്. ബാബ അതിനെ വിളിക്കുന്നത് സാക്ഷിദൃഷ്ടാവ് അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ഒബ്സർവർ എന്ന അവസ്ഥയാണ്. ഡിറ്റാച്ച്ഡ് ഒബ്സർവർ, അതെങ്ങനെയാണ് സാധ്യമാകുക? നമ്മൾ വിചാരിക്കുന്നത് ഡിറ്റാച്ച്മെന്റ് എന്നാൽ മറ്റുള്ളവരോട് സ്നേഹമില്ലാതിരിക്കുക എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. നിങ്ങൾ ഒരാളോട് വല്ലാതെ അറ്റാച്ച്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകും. അവർ ആ പ്രതീക്ഷകൾ തെറ്റിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യവും സങ്കടവും വരും. അതെ, പ്രതീക്ഷകൾ എപ്പോഴും സങ്കടങ്ങൾ കൊണ്ടുവരും. ഓരോ ആത്മാവും അവരുടെ 84 ജന്മങ്ങളിലെ കർമ്മങ്ങൾക്കനുസരിച്ച് അഭിനയിക്കുന്ന പാർട്ടിനെ നിങ്ങളൊരു പ്രേക്ഷകനെപ്പോലെ മാറി നിന്ന് കാണുന്നു. വിഘ്നങ്ങൾ വരുമ്പോഴോ വേണ്ടപ്പെട്ടവർ വഴിമാറി പോകുമ്പോഴോ നിങ്ങൾ പരിഭ്രമിക്കുന്നില്ല. അതായത് ഒരു നാടകം കാണുന്നത് പോലെ. അതെ, മുരളിയിലെ സ്ലോഗനിൽ ബാബ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഏവർക്കും പ്രിയപ്പെട്ടവരായി മാറാൻ ശ്രമിക്കുന്നതിനു പകരം വേറിട്ട അവസ്ഥ അനുഭവിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമ്മൾ സ്വതവേ ഏവർക്കും പ്രിയപ്പെട്ടവരായി മാറും. അതൊന്ന് വലിയ പാരഡോക്സ് ആണല്ലോ. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴാണ്, അവരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരുമായി കൂടുതൽ നല്ല രീതിയിൽ സ്നേഹം പങ്കുവയ്ക്കാൻ കഴിയുന്നത്. കാരണം അവിടെ കണ്ടീഷനുകളില്ല, നിബന്ധനകളില്ല. വളരെ ശരിയാണ്. അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുമ്പോഴാണ് ശുദ്ധവും അൺകണ്ടീഷണലുമായ സ്നേഹമുണ്ടാകുന്നത്. വഴിമാറിപ്പോകുന്നവരോടോ എതിരായി മാറുന്നവരോടോ ദേഷ്യപ്പെടാനല്ല ബാബ പറയുന്നത്. ജാട്ടവുമില്ലാതെ പൂർണ്ണ ശാന്തിയോടെ നിൽക്കാൻ സാധിക്കൂ. കർമാതീത അവസ്ഥയെന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജാണ്. അവിടെ നമ്മൾ ആ പഴയ വസ്ത്രം പൂർണ്ണമായും ഊരിവെക്കാൻ പ്രാപ്തരായി കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ ഈ ആഴത്തിലുള്ള ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. 84 ജന്മങ്ങളായി നാം അണിഞ്ഞിരിക്കുന്ന ഈ ദേഹാഭിമാനത്തിന്റെ വസ്ത്രം ഊരിമാറ്റുന്നതിന്റെ മനഃശാസ്ത്രം, കർമ്മങ്ങളുടെ സർക്യൂട്ടുകൾ റീവയർ ചെയ്യുന്ന യോഗം, പ്രശ്നങ്ങളെ മുളയിലേ നുള്ളുന്ന ബർത്ത് കൺട്രോൾ, പിന്നെ ഉപാധികളില്ലാത്ത സ്നേഹത്തിലേക്ക് നയിക്കുന്ന സാക്ഷിദൃഷ്ടാവായ അവസ്ഥ, ഇവയെല്ലാം നമ്മൾ കണ്ടു. വളരെ ആഴത്തിലുള്ള ആശയങ്ങളായിരുന്നു ഇതെല്ലാം. അതെ, ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ഈ ജ്ഞാനം കേവലം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനുള്ളതല്ല, ഓരോ നിമിഷവും ജീവിച്ചു കാണിക്കാനുള്ളതാണ്. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചെറിയ ചിന്താപരീക്ഷണം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണത്? നമ്മൾ നേരത്തെ സംസാരിച്ച ആ ടൈം ബോംബിന്റെ കാര്യം തന്നെ എടുക്കാം. നിങ്ങളുടെ മനസ്സാണ് ആ ടൈം ബോംബെന്ന് സങ്കല്പിക്കുക. എന്നാൽ ആ ബോംബ് പൊട്ടുന്നത് നിങ്ങളെ നശിപ്പിക്കാനല്ല, മറിച്ച് ഈ ലോകത്തിന്റെ മായയിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് തുറന്നുവിടാനാണ്. വളരെ നല്ലൊരു ചിന്തയാണ്. അതിലെ ടൈമർ പതിയെ പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3, 2, 1. ആ ടൈമർ 0-ലെത്തുമ്പോൾ എല്ലാം അവസാനിക്കുന്ന ആ ഒരു സെക്കൻഡിൽ നിങ്ങളുടെ മനസ്സിൽ അവസാനമായി അവശേഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിന്ത എന്തായിരിക്കും? ആ ഒരൊറ്റ ചിന്ത നിങ്ങളുടെ ബാക്കി എല്ലാ ഭാരങ്ങളെയും ഇല്ലാതാക്കുന്നതായിരിക്കുമോ? ഈ ചോദ്യം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചുവിട്ടുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശാന്തി നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഓം ശാന്തി. ഓം ശാന്തി.